IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി സുകാന്ത് സുരേഷ് കീഴടങ്ങി. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് കീഴടങ്ങൽ. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് സുകാന്ത് സുരേഷ് കീഴടങ്ങുമ്പോൾ ഹൈക്കോടതി പരിഗണിച്ച ചില വിഷയങ്ങളുണ്ട്. അതായത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യാൻ പ്രേരകമായ ഘടകങ്ങൾ സുകാന്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മാനസിക, ശാരീരിക, സാമ്പത്തിക ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ആ വിലയിരുത്തലും ഇനിയുള്ള തുടർ നടപടികളും എത്രത്തോളം പ്രതികൂലമാകും സുകാന്തിനെ സംബന്ധിച്ചിടത്തോളം? രോഹിണി, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഹൈക്കോടതിക്ക് സമീപം തന്നെയുള്ള എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ സുകാന്ത് സുരേഷ് കീഴടങ്ങിയത്. ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് ഈ വലിയ ഒരു മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമാണ് പുറത്തു വന്നത്. ഇനിയും ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു വരാനുണ്ട് എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. എന്തായാലും മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിയുള്ളത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അഭിഭാഷകനൊപ്പം ഇയാൾ ഇവിടെ വന്നാണ് കീഴടങ്ങിയത്. എന്തായാലും IB ഉദ്യോഗസ്ഥയായ മേഘ ആത്മഹത്യ ചെയ്യുന്നത് കഴിഞ്ഞ മാർച്ച് 24-നാണ്. മേഘയെ പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മേഘ എന്നാണ് മരിക്കുന്നത്, തന്റെ ജീവിതത്തിൽ നിന്ന് എന്നാണ് ഒഴിഞ്ഞു തരുന്നത് എന്ന് സുകാന്തുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മേഘയെ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ തന്നെ ഈ പ്രതി പീഡിപ്പിച്ചിരുന്നു എന്നതിനും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഇയാൾ ഈ സെൻട്രൽ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു സ്വാഭാവിക മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന് മാത്രമായിരുന്നു പുറത്തു വന്നത്. പിന്നീട് ഈ സുഹൃത്തിനെതിരെ നിരവധി തെളിവുകൾ മേഘയുടെ വീട്ടുകാർ തന്നെ നൽകുകയുണ്ടായി. അത്തരത്തിൽ സുകാന്തിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് ഇത് IB അറിയിക്കുകയും തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടികളടക്കം ഉള്ളവ കഴിഞ്ഞിരുന്നു. എന്തായാലും മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് സുകാന്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പലയിടങ്ങളിലും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഹൈക്കോടതി ഇയാൾ പല രീതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിരുന്നു. തുടർന്ന് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് സുകാന്ത് സുരേഷ് ഇന്ന് 1 മണിക്കൂർ മുമ്പ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണുള്ളത്. ഇനി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പ്രതിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.